പത്രങ്ങളിൽ ഇന്ന് ആദ്യം മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് പേജിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്ത അഞ്ചാം തവണയും ലോകകപ്പ് സ്വന്തമാക്കിയ ഓസ്ട്രേലിയയുടെ ആഘോഷം പങ്കിടുന്ന ചിത്രങ്ങളോടുകൂടി തന്നെയാണ് എല്ലാ പത്രങ്ങളും ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിലും അതുതന്നെയാണ്. കപ്പിൽ ഓസീസ് അഞ്ചാം മുത്തം എന്ന തലക്കെട്ടോടു കൂടി ചിത്രത്തോടു കൂടി കൊടുത്തിരിക്കുന്നു. ഓസ്ട്രേലിയക്ക് അഞ്ചാം ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം. അഞ്ച് ഭൂഖണ്ഡങ്ങളിൽ ന്യൂസിലാൻഡിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. ക്ലാർക്കിന് വിജയത്തോടെ വിടവാങ്ങൽ. ജെയിംസ് ഫോക്നർ മാൻ ഓഫ് ദ മാച്ച്. മിച്ചൽ സ്റ്റാർക്ക് ടൂർണമെന്റിന്റെ താരം. അങ്ങനെ ആ വാർത്ത നിറഞ്ഞു നിൽക്കുന്നു മനോരമയുടെ ഫ്രണ്ട് പേജിൽ. ഭൂമി ഏറ്റെടുക്കൽ ബില്ലിനെ എതിർക്കും TMC എന്നുള്ള മറ്റൊരു വാർത്തയുമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഭൂമി ഏറ്റെടുക്കൽ ബില്ലിനെ സർവ്വശക്തിയും ഉപയോഗിച്ച് ചെറുക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചതായിട്ടുള്ള ഒരു വാർത്തയും ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചിരിക്കുന്നു. മറ്റൊന്ന്, യമനിൽ വ്യോമാക്രമണം ശക്തം, 35 മരണം എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത. കൊച്ചിയിൽ നിന്ന് 2 കപ്പൽ പുറപ്പെട്ടു എന്നുള്ള വാർത്തയുമുണ്ട്. അതിൻ്റെ ഗ്രാഫിക് ചിത്രങ്ങളും കൊടുത്തിരിക്കുന്നു. യമനിൽ ഹൂതി വിമതരും ദശരാഷ്ട്ര സഖ്യവും തമ്മിലുള്ള പോരാട്ടം ശക്തമായതിനെ തുടർന്ന് ആശങ്കയിൽ കഴിയുന്ന ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ സായുധ അകമ്പടിയോടെ 2 ഇന്ത്യൻ കപ്പലുകൾ കൊച്ചിയിൽ നിന്നും തിരിച്ചു എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയുണ്ട്. അവിടെ പെട്ടിരിക്കുന്ന മലയാളികളടക്കമുള്ള ആൾക്കാർ വളരെ ദുരിതത്തിലാണെന്നുള്ള വാർത്തയൊക്കെ വന്നിരുന്നു. എന്തായാലും അതിനൊരു ആശ്വാസമായിട്ട് തന്നെ കൊച്ചിയിൽ നിന്ന് 2 കപ്പലുകൾ ഇവരെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ഇവരെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. മറ്റൊന്ന്, സുധാകർ റെഡ്ഡി CPI ജനറൽ സെക്രട്ടറി എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയുണ്ട്. ഗുരുദാസ് ഗുപ്ത ഡെപ്യൂട്ടി, ബിനോയ് വിശ്വം ദേശീയ നിർവാഹക സമിതിയിൽ എന്നുള്ള വാർത്തയുണ്ട്. മറ്റൊന്ന്, 8 മണിക്ക് ഡ്യൂട്ടിക്ക് എത്താത്ത പോലീസുകാരുടെ ഹാജർ വെട്ടി എന്നുള്ള ഒരു തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയുണ്ട്. സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് ഹാജരാവാതെ 8 മണിക്ക് ഹാജരാകണമെന്ന നിർദ്ദേശം പാലിക്കാത്തതിനെ തുടർന്ന് കൊച്ചി സിറ്റിയിലെ 150ഓളം പോലീസുകാർക്കെതിരെ നടപടി. ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസിൻ്റെ നിർദ്ദേശം ലംഘിച്ച മുഴുവൻ പേരുടെയും ഹാജർ വെട്ടി. നടപടിയിൽ പോലീസുകാർക്ക് അമർഷം എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയുമുണ്ട്. കൃത്യസമയത്ത് ഓഫീസിലെത്താതെ ഇങ്ങനെ മാറി നിൽക്കുന്നതിന് മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇനി ആം ആദ്മി പാർട്ടി സമിതികൾ പുനഃസംഘടിപ്പിച്ചു എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയുണ്ട്. വിമത ശബ്ദമുയർത്തിയ 4 സ്ഥാപക നേതാക്കളെ ദേശീയ നിർവാഹക സമിതിയിൽ നിന്ന് പുറത്താക്കിയതിനു പിന്നാലെ കെജ്രിവാളിൻ്റെ വിശ്വസ്തരെ ഉൾപ്പെടുത്തി ആം ആദ്മി പാർട്ടിയുടെ വിവിധ സമിതികൾ പുനഃസംഘടിപ്പിച്ചു എന്നുള്ള വാർത്തയാണ് കൂടി മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഇനി ഗൾഫ് പേജിലേക്ക് നോക്കുകയാണെങ്കിൽ, മനോരമയുടെ ഗൾഫ് പേജിലേക്ക് നോക്കുകയാണെങ്കിൽ, ഷെയ്ഖ് മുഹമ്മദുമായി ഇന്ന് മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയുണ്ട്. UAE നിക്ഷേപ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രി ഇന്ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ള വാർത്തയുണ്ട്. കൊച്ചി സ്മാർട്ട് സിറ്റി ഉദ്ഘാടനത്തിന് ഷെയ്ഖ് മുഹമ്മദിനെ ക്ഷണിക്കുന്നതിനാണ് മുഖ്യമന്ത്രി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ലുലു ഗ്രൂപ്പ് മേധാവിയും നോർക്ക വൈസ് ചെയർമാനും സ്മാർട്ട് സിറ്റി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗവുമായ MA യൂസഫ് അലിയും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടാകും എന്നുള്ള വാർത്തയുണ്ട്. അതോടൊപ്പം തന്നെ ഉള്ള ഒരു വാർത്ത, അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വാർത്ത തന്നെ, ഇന്ന് രാവിലെ ആരംഭിക്കുന്ന നിക്ഷേപ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി രാവിലെ 9:30 എത്തിച്ചേരും. 10 ആദ്യ സെഷനിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. പിന്നീട് UAE സാമ്പത്തിക ധനകാര്യ മന്ത്രി സുൽത്താൻ ബിൻ സയ്യിദ് അൽ മൻസൂരിയുമായി ചർച്ച നടത്തും. തുടർന്ന് രാജ്യാന്തര പ്രതിനിധികളുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് 4 ഷെയ്ഖ് മുഹമ്മദ് നിക്ഷേപ സമ്മേളനത്തിനെത്തും. മുഖ്യമന്ത്രിയും സമ്മേളനത്തിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രിയോടൊപ്പം കേരളത്തിൽ നിന്നുള്ള ഉന്നത സംഘവും ചർച്ചയിൽ പങ്കാളികളാകും എന്നുള്ള വാർത്തയാണ് ഗൾഫ് പേജിൽ മലയാള മനോരമയുടെ ഗൾഫ് പേജിലുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. മറ്റൊന്ന്, അവധിക്കാല വേദ പഠന കളരി സമാപിച്ചു എന്നുള്ള ഒരു തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയുണ്ട്. മുസഫ മാർത്തോമ ദേവാലയത്തിൽ ഒരാഴ്ചയായി നടന്ന അവധിക്കാല വേദപഠന കളരിക്ക് 800ഓളം വിദ്യാർത്ഥികളുടെ റാലിയോടെ വർണ്ണാഭമായ സമാപനം എന്നുള്ള വാർത്തയുണ്ട്. മറ്റൊന്ന്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ആരും തിരിഞ്ഞു നോക്കാതെ തിരിച്ചറിയൽ കാർഡുകൾ എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയുണ്ട്. കെട്ടിക്കിടക്കുന്നത് 1.73 ലക്ഷം കാർഡുകൾ. 3 മാസത്തിനകം കൈപ്പറ്റാത്ത കാർഡുകൾ നശിപ്പിക്കും എന്നുള്ള വാർത്തയുണ്ട്. വാങ്ങാൻ ആളുകൾ എത്താതെ തിരിച്ചറിയൽ കാർഡുകൾ കെട്ടിക്കിടക്കുന്നു. നടപടി പൂർത്തിയാക്കിയിട്ടും വിതരണം ചെയ്യാൻ കഴിയാതെ 1.73 ലക്ഷം കാർഡുകളാണ് തപാൽ വകുപ്പിലുള്ളതെന്ന് അധികൃതർ അറിയിച്ചു. UAE ID കാർഡിന് അപേക്ഷിച്ച ശേഷം നടപടികൾ പൂർത്തിയായാൽ
എമിറേറ്റ്സ് പോസ്റ്റ് വഴിയാണ് വിതരണം ചെയ്യുന്നത്. കാർഡ് പ്രക്രിയകളുടെ ഓരോ ഘട്ടവും എമിറേറ്റ്സ് ഐഡൻറ്റിറ്റി അതോറിറ്റി അധികൃതർ അപേക്ഷകരെ കൃത്യമായി അറിയിക്കുന്നുമുണ്ട്. വിതരണത്തിന് തയ്യാറായ സന്ദേശം ലഭിച്ചിട്ടും കാർഡ് കൈപ്പറ്റാൻ തപാൽ വകുപ്പിൽ കാർഡ് ഉടമകൾ എത്താത്തതാണ് വിതരണം അവതാളത്തിലാവുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ഇത്തരത്തിൽ കാർഡ് എമിറേറ്റ്സ് ID കാർഡ് കളക്ട് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് മുഴുവനും നശിപ്പിക്കുന്നതായിരിക്കും. ഉടമസ്ഥർ കൈപ്പറ്റാതെ കെട്ടിക്കിടക്കുകയാണ് 1.73 ലക്ഷം കാർഡുകൾ. അതുകൊണ്ട് ആരെങ്കിലും ഇതുവരെ കാർഡ് കളക്ട് ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ഏത് പോസ്റ്റ് ഓഫീസാണ് റെഫറൻസായി തന്നിരിക്കുന്നത് ആ പോസ്റ്റ് ഓഫീസിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് വെച്ച് അന്വേഷിക്കാവുന്നതാണ്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് ഗൾഫ് പേജിൽ, മനോരമയുടെ ഗൾഫ് പേജിലുള്ളത്. ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ സൗജന്യ സ്മാർട്ട് ഗേറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുമുണ്ട്. ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ ഇന്നു മുതൽ ഏപ്രിൽ 1 വരെ നടക്കുന്ന ദുബായ് ഗവൺമെൻറ് അച്ചീവ്മെൻറ്റ് എക്സിബിഷൻ്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സൗജന്യ സ്മാർട്ട് ഗേറ്റ് സംവിധാനം രജിസ്റ്റർ ചെയ്യാൻ അവസരം. മൊബൈൽ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷനുള്ള സൗകര്യവും ദുബായ് എമിഗ്രേഷൻ ഒരുക്കിയിട്ടുണ്ട്. ഷെയ്ഖ് റാഷിദ് ഹാളിന് എതിർദിശയിൽ ഗേറ്റ് നമ്പർ 7 ഈ പവലിയനിൽ 3 ദിവസവും രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ ഈ ഫെസിലിറ്റി അവൈലബിൾ ആണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. സൗജന്യമായി ആക്സസ് കാർഡ്, ഗേറ്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ക്യൂവിൽ നിൽക്കാതെ എമിഗ്രേഷന് യാതൊരു തടസ്സവുമില്ലാതെ കാർഡ് സ്വാപ്പ് ചെയ്ത് നിങ്ങൾക്ക് പോകാനും തിരിച്ച് വരാനും ഒക്കെയുള്ള സൗകര്യമാണ്. ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ എമിഗ്രേഷൻ ഫോർമാലിറ്റീസ് പൂർത്തിയാക്കാനുള്ള ഒരു ഫെസിലിറ്റിയാണ്. ഉപയോഗിച്ചവർക്ക് ഇതിനകം അറിയാമായിരിക്കും. ഉപയോഗിക്കാത്തവർ ഇത് സൗജന്യമായിട്ട് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ് ഈ ഫെസിലിറ്റി, ഈ ഫ്രീ രജിസ്ട്രേഷൻ ഫെസിലിറ്റി നൽകുന്നത്. അതുകൊണ്ട് ഇതുവരെ ആരെങ്കിലും ഇത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആയി പോകുമ്പോൾ, നാട്ടിലേക്ക് പോവുകയും വരികയും ചെയ്യുമ്പോൾ എമിഗ്രേഷൻ്റെ ക്യൂവിൽ നിൽക്കുന്നത് ഒഴിവായി കിട്ടുക എന്നത് വലിയൊരു ആശ്വാസം തന്നെയാണ്. ഇതിനുള്ള സേവനമാണ് ഇപ്പോൾ സൗജന്യമായി വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നൽകുന്നത്. ഒറിജിനൽ പാസ്പോർട്ടുമായി പോയി നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാനുള്ള അവസരമാണ്. മറ്റൊന്ന് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത. ഷാർജയിൽ വാഹനാപകടത്തിൽ വിദ്യാർത്ഥി മരിച്ചു എന്നുള്ള വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ്. വാഹനാപകടത്തിൽ മുട്ടാർ പറമ്പത്ത് PJ ജോസഫിൻ്റെ മകൻ ജേക്കബ് 17 വയസ്സ് വെള്ളിയാഴ്ച രാത്രി 9:30 മരുഭൂമിയിൽ വാഹനം മറിഞ്ഞുണ്ടായ അപകടത്തിലാണ് മരിച്ചത് എന്നുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയും ഗൾഫ് പേജിൽ, മനോരമയുടെ ഗൾഫ് പേജിൽ ഉണ്ട്. ഇതൊക്കെയാണ് മനോരമയുടെ ഗൾഫ് പേജിലുള്ള, ഫ്രണ്ട് പേജിലെയും ഗൾഫ് പേജിലുള്ള വാർത്തകൾ പറഞ്ഞു. ഇനി സ്പോർട്സ് പേജിലേക്ക് നോക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ ഫ്രണ്ട് പേജിൽ പറഞ്ഞ വാർത്ത തന്നെ, 5ൻ്റെ മൊഞ്ച് എന്നുള്ള തലക്കെട്ടോടുകൂടി ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരങ്ങൾ വിജയ കുതിപ്പ് നടത്തുന്ന, അല്ലെങ്കിൽ വിജയം ആഘോഷിക്കാനായി ഗ്രൗണ്ടിൽ ഓടുന്ന ചിത്രം നൽകിയിട്ടുണ്ട്. ന്യൂസിലാൻഡിന് പുറത്ത് അതിജീവനമില്ലാത്ത പക്ഷികളാണ് കിവികൾ. ഓസ്ട്രേലിയൻ മണ്ണിൽ കങ്കാരുക്കൾ കുതിപ്പിൻ്റെ പ്രതീകവും. ഇന്നലെ മെൽബണിലും അതുതന്നെ കണ്ടു. ദാക്ഷിണ്യമേതുമില്ലാതെ കിവിവധം പൂർത്തിയാക്കി ലോക ക്രിക്കറ്റിൽ വീണ്ടും കങ്കാരുക്കളുടെ അശ്വമേധം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെ. ലോക ക്രിക്കറ്റിൽ ഓസ്ട്രേലിയൻ നായകൻ മൈക്കൽ ക്ലാർക്ക് മനോഹരമായ ഇന്നിങ്സോടെ ലോകകപ്പുമായി ഏകദിന ക്രിക്കറ്റിനോട് വിട വാങ്ങുകയും ചെയ്തു എന്നുള്ള ഈ വാർത്തയുടെ പ്രധാനപ്പെട്ട വാർത്തയായി ഇടം പിടിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ മത്സരം കൂടിയായി വിജയത്തോടുകൂടി അദ്ദേഹം നായകൻ വിടവാങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയുമുണ്ട്. ബാറ്റ്സ്മാൻമാരുടെ പൂരമായിരുന്ന ലോകകപ്പ് ക്രിക്കറ്റിൽ താരമായ പേസ് ബോളർ മിച്ചൽ സ്റ്റാർക്കിന് അഭിമാനിക്കാൻ ഏറെയുണ്ട്. ഗ്ലെൻ മാഗ്രേക്ക് ശേഷം 2007 ഈ ബഹുമതി കരസ്ഥമാക്കുന്ന ആദ്യ സ്പെഷ്യലിസ്റ്റ് ബോളർ. 2 ഇരട്ട സെഞ്ചുറികൾ വരെ പിറന്ന ടൂർണമെൻറ്റിലാണ് 22 വിക്കറ്റ് എടുത്ത സ്റ്റാർക്കിൻ്റെ നേട്ടം. ന്യൂസിലാൻഡ് ബോളർ ട്രെയിൻ ബോൾട്ടും ഇത്രയും വിക്കറ്റ് എടുത്തെങ്കിലും സ്റ്റാർക്കിൻ്റെ ശരാശരി എത്രയോ മികച്ചത് എന്നുള്ള ഒരു വാർത്തയുണ്ട്. വിശ്വാസം ക്ലാർക്കിനെ രക്ഷിച്ചു എന്ന കപിൽ ദേവിൻ്റെ വിലയിരുത്തലുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായും മനോരമയുടെ ഗൾഫ് പേജിലും ഫ്രണ്ട് പേജിലും സ്പോർട്സ് പേജിലും കായിക പേജിലും ഇടം പിടിച്ചിരിക്കുന്നത്. ഇനി മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജും കൂടി നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം. ഓസ്ട്രേലിയ ലോക ചാമ്പ്യന്മാർ എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത തന്നെയാണ് മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിലും ഇടം പിടിച്ചിരിക്കുന്നത്. യമനിൽ കുടുങ്ങിയത് 1500 മലയാളികൾ എന്നുള്ള തലക്കെട്ടോടു കൂടിയുള്ള വാർത്തയുണ്ട്. സുധാകർ റെഡ്ഡി വീണ്ടും CPI ജനറൽ സെക്രട്ടറി എന്നുള്ള വാർത്തയുണ്ട്. തിരിച്ചെത്തിക്കാൻ തീവ്ര ശ്രമം തുടങ്ങി, വിമാനമാർഗം എത്തിക്കുമെന്ന് സുഷമ സ്വരാജ് പറഞ്ഞതായിട്ടുള്ള വാർത്തയുണ്ട്. 57 മരുന്നുകളുടെ വില പുതുക്കി എന്നുള്ള ഒരു തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയുണ്ട്. ഡെപ്യൂട്ടി സ്പീക്കർ RSP വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ള
വാർത്തയും മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ പ്രധാനമായും ഇടം പിടിച്ചിരിക്കുന്നു. ഇനി മാതൃഭൂമിയുടെ ഗൾഫ് പേജിലേക്ക് നോക്കുകയാണെങ്കിൽ പൈതൃക പെരുമയുമായി ഷാർജ ഭക്ഷ്യമേള എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയുണ്ട്. ഓശാന പെരുന്നാൾ ആഘോഷിച്ചു എന്നുള്ള വാർത്തയുണ്ട്. 8 മാസത്തെ വിദേശവാസത്തിനും ചികിത്സയ്ക്കും ശേഷം രാജ്യത്ത് തിരിച്ചെത്തിയ ഒമാൻ ഭരണാധിപൻ സുൽത്താൻ ഖാബൂസിന് സ്നേഹാദരവും ആഹ്ലാദവും പ്രകടിപ്പിച്ച ഒമാനിലെ ബോഷർ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഒരുക്കിയ 137 മീറ്റർ നീളമുള്ള കേക്ക് എന്നുള്ള ഒരു ചിത്രത്തോടുകൂടിയുള്ള ഒരു വാർത്തയും നൽകിയിരിക്കുന്നു. ഭൗമമണിക്കൂറിൽ വിളക്കണച്ച് ഇന്ത്യൻ അസോസിയേഷനും എന്നുള്ള വാർത്തയുണ്ട്. ലോകമെങ്ങും ആചരിച്ച ഭൗമമണിക്കൂറിൽ ഷാർജയിലെയും ഉമ്മൽ ഖോയനിലെയും ഇന്ത്യൻ അസോസിയേഷനുകളും പങ്കാളികളായി എന്നുള്ള വാർത്തയുണ്ട്. ഇതൊക്കെയാണ് മാതൃഭൂമിയുടെ ഗൾഫ് പേജിലെ പ്രധാന വാർത്തകൾ. മറ്റൊന്ന് ശ്രദ്ധേയമായിട്ടുള്ള ഒരു വാർത്ത മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജ് ഗൾഫ് പേജിൽ ഇടം പിടിച്ചിരിക്കുന്നത് ചെലവ് ചുരുക്കാനായി പാഠപുസ്തകങ്ങൾ കൈമാറി എന്നുള്ള വാർത്തയാണ്. KMCC വനിതാ വിങ്ങും കോഴിക്കോട് ജില്ലാ പ്രവാസി അസോസിയേഷൻ വിമൻസ് ആൻഡ് ചിൽഡ്രൻസ് വിങ്ങും ചേർന്ന് ദുബായ് KMCC അങ്കണത്തിൽ സൗജന്യ ടെക്സ്റ്റ് ബുക്ക് എക്സ്ചേഞ്ച് മേള സംഘടിപ്പിച്ചു. നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മേളയിലെത്തി പുസ്തകങ്ങൾ കൈമാറി. എനിക്ക് വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവായിട്ട് ഇതിനെ കണക്കാക്കാം. കാരണം പാഠപുസ്തകങ്ങൾ വില കൊടുത്ത് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾക്ക് മുന്നേ ഉപയോഗിച്ചവരുടെ പുസ്തകങ്ങൾ. പണ്ടൊക്കെ നാട്ടിൽ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണത്. നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ ഉള്ള നമ്മുടെ ബന്ധുക്കളോ അയൽവാസികളോടൊക്കെ അഡ്വാൻസായി പറഞ്ഞു വെക്കും ബുക്ക് നമ്മൾക്ക് തരണമെന്ന്. അതേപോലെ നമ്മളുടെ ബുക്ക് തിരിച്ചങ്ങോട്ടും അവരുടെ ആർക്കെങ്കിലും ആവശ്യമുള്ളപ്പോൾ തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഒരുപാട് കാശും നമുക്ക് ലാഭിക്കാം, ഒപ്പം പ്രകൃതിയെ സംരക്ഷിക്കാം. അത്രയും പുസ്തകങ്ങൾ പ്രിൻ്റ് ചെയ്യാനുള്ള പേപ്പർ സേവ് ചെയ്തുകൊണ്ട് പുതുതായി പഴയ പുസ്തകങ്ങൾ നശിപ്പിക്കാതെ നമ്മൾക്ക് പുതുതായി പേപ്പർ പ്രിൻ്റ് ചെയ്തതിൽ നിന്നും പ്രകൃതിയെ സംരക്ഷിക്കാനും ഒക്കെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കാശ് ലാഭിക്കാനും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതൊരു വലിയ അനുഗ്രഹമാകും. അങ്ങനെ വളരെ വലിയൊരു ഇനീഷ്യേറ്റീവായിട്ട് ഇതിനെ കാണാവുന്നതാണ്. മറ്റൊന്ന്, അബുദാബി ട്രാഫിക് സിഗ്നലുകളിൽ ഇനി LED വിളക്കുകൾ എന്നുള്ള വാർത്തയുണ്ട്. ഗതാഗത രംഗത്തെ പുതിയ പരീക്ഷണങ്ങളുടെ ഭാഗമായി അബുദാബിയിലെ ട്രാഫിക് സിഗ്നലുകൾ LED വിളക്കുകളാകുന്നു. പരമ്പരാഗത ലൈറ്റുകളെക്കാൾ വൈദ്യുതി ലാഭം നൽകുന്നതോടൊപ്പം കാഴ്ചയിൽ കൂടുതൽ വ്യക്തതയും LED ലൈറ്റുകൾക്കുണ്ട് എന്നുള്ള വാർത്തയാണ്. അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം വളരെ ദൂരത്തു നിന്ന് തന്നെ LED ലൈറ്റുകളെ ഡ്രൈവേഴ്സിന് തിരിച്ചറിയാൻ സാധിക്കുകയും അതിനനുസരിച്ച് അവർക്ക് ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യാനും സാധിക്കും. ഇതൊക്കെയാണ് പ്രധാനമായും മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിലും ഗൾഫ് പേജിലും ഇടം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ മനോരമയുടെ വാർത്തകൾ പറഞ്ഞു, മാതൃഭൂമിയുടെ വാർത്തകളും പറഞ്ഞ് മറ്റൊന്ന് മറക്കാതെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മളുടെ അരങ്ങേറ്റം എന്ന സെഗ്മെൻറ്റിനെ കുറിച്ചാണ്, പരിപാടിയെക്കുറിച്ചാണ്. ഉമ്പായിയെ പോലെയുള്ള ഏറ്റവും മികച്ച കലാകാരന്മാർ അരങ്ങ് തകർത്ത ഈ വേദിയിൽ വെച്ച് തന്നെ നിങ്ങളുടെ കുരുന്നുകളുടെ കഴിവുകൾ ലോകത്തോട് വിളിച്ചു പറയാനും ഒപ്പം അവരുടെ പ്രതിഭ ലോകത്തെ അറിയിക്കാനുമുള്ള ഏറ്റവും മികച്ച ഒരു അവസരമാണ് NTV അരങ്ങേറ്റത്തിലൂടെ നൽകുന്നത്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് മാർച്ച് 30 തിങ്കളാഴ്ച പ്രധാനമായിട്ടും എത്തിക്കാനും പറയാനുമൊക്കെ ഉണ്ടായ കാര്യങ്ങൾ. ഇനി വാർത്തയുമായി സതികുമാർ എത്തും. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഇന്നും നാളെയും വരും ദിവസങ്ങളുമെല്ലാം സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും മാത്രമായി തീരട്ടെ. എല്ലാ പ്രേക്ഷകർക്കും വളരെ നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമസ്കാരം.